ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് മലയാളം 1, അതായത് കേരള പാഠാവലിയാണ് എക്സാം. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1. പരിമിതികളിൽ നിന്നുകൊണ്ട് തൻ്റെ കാലുകൾ കൊണ്ട് ചിത്രവർണ്ണങ്ങൾ സൃഷ്ടിച്ച് വിജയത്തിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ക്രിസ്റ്റി ബ്രൗണിൻ്റെ ജീവിതം, പ്രത്യേകിച്ച് കാൽവിരലിൽ വിരിയും കവിത എന്ന ഭാഗം വായിക്കുമ്പോൾ പരിമിതികളെ അതിജീവിച്ച് സ്വപ്നങ്ങളെ നേടിയെടുക്കാനുള്ള മനുഷ്യൻ്റെ കഴിവിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നു. സെറിബ്രൽ പാൾസി എന്ന രോഗം കീഴ്പ്പെടുത്തിയെങ്കിലും തൻ്റെ ശരീരത്തിലെ പരിമിതികളെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം കഴിവുകൾ കണ്ടെത്താനും വികസിപ്പിക്കാനുമുള്ള ക്രിസ്റ്റി ബ്രൗണിൻ്റെ മനക്കരുത്ത് അപാരമാണ്. തൻ്റെ ഇടതുകാൽ കൊണ്ട് ചിത്രം വരച്ച ക്രിസ്റ്റി ബ്രൗൺ പരിമിതികളെ അവസരങ്ങൾ ആക്കി മാറ്റി. നമ്മുടെ പരിമിതികളെ അംഗീകരിക്കാനും അവയെ മറികടക്കാനും നമുക്ക് കഴിയണം എന്ന പാഠമാണ് ക്രിസ്റ്റി ബ്രൗൺ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. അപ്പോൾ ആ പരിമിതികളൊക്കെ നമുക്ക് നമ്മുടെ കഴിവാക്കി മാറ്റണം. അപ്പോൾ അത് ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കഴിവിനെ വേണം നമ്മൾ ആൾക്കാർക്ക് മുന്നിൽ കാണിക്കാനായിട്ട്. നമുക്ക് പരിമിതികൾ ഉണ്ടാവും, അതൊന്നും ആലോചിക്കാണ്ട് നമ്മൾ കഴിവ് നോക്കി വേണം നമ്മൾ പോകാനായിട്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2. മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. എന്താണ് മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരു ചെറിയ ഉപന്യാസം തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മാതൃഭാഷയുടെ പ്രാധാന്യം. മനുഷ്യ ജീവിതത്തിൽ മാതൃഭാഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളത്. അമ്മയുടെ മടിയിൽ കിടന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ വാക്ക് മുതൽ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെയുള്ളത് മാതൃഭാഷയാണ്. മൊഴി പൊഴിയും അഴക് എന്ന യൂണിറ്റിലെ പാഠങ്ങൾ മാതൃഭാഷയുടെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തരുന്നു. ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിത മലയാള കവിതയെ ഒരു കാവ്യനർത്തകിയായി സങ്കല്പിക്കുന്നു. കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്ക് എന്ന ലേഖനം വാക്കിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. എഴുത്തച്ഛൻ്റെ പടക്കളത്തിലേക്ക് എന്ന കവിതയിൽ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഭീകരത വാക്കിൻ്റെ മനോഹരതയിലൂടെ നമ്മളോട് പറയുന്നു. മാതൃഭാഷയിലൂടെയാണ് നാം ലോകത്തെ ആദ്യമായി അറിയുന്നത്. അത് നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ആശയങ്ങൾ എന്നിവ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. പഴമൊഴികൾ, നാടൻ പാട്ടുകൾ, കഥകൾ, കവിതകൾ എന്നിവയിലൂടെ നമ്മുടെ സംസ്കാരം മറ്റു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. മാതൃഭാഷയെ തള്ളിപ്പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ്. വിദ്യാഭ്യാസ രംഗത്തും മാതൃഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട്. മാതൃഭാഷയിൽ പഠിക്കുന്നത് കുട്ടികളുടെ മാനസിക വികാസത്തിന് സഹായകമാണ്. ഇന്ന് ആഗോളവൽക്കരണത്തിൻ്റെയും സാങ്കേതിക വിദ്യകളുടെയും വികാസത്തിൻ്റെയും ഫലമായി പല അന്യഭാഷകളും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാതൃഭാഷയ്ക്ക് നൽകേണ്ട പ്രാധാന്യം ഒരിക്കലും കുറയ്ക്കരുത്. മാതൃഭാഷയെ സ്നേഹിക്കുകയും പരിപോഷിപ്പിക്കുകയും വരും തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഓക്കെ, അപ്പോൾ മാതൃഭാഷയുടെ പ്രാധാന്യമാണ് നമ്മൾ രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ നോക്കിയത്.
മറ്റു പല ഭാഷകളും ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടതുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാതൃഭാഷയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കണം. ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഭാഷയാണ് എന്ത്, മാതൃഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3, എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകൾ എഴുതുക. അപ്പോൾ നമുക്കറിയാം എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമുക്കിവിടെ എഴുതി നോക്കാം. ഹൃദ്യവും അതിസുന്ദരവുമായ ഒരു കാവ്യഭാഷയുടെ വക്താവാണ് എഴുത്തച്ഛൻ. കവിത മനോഹരമാവുന്നത് അനുവാചക മനസ്സിൽ തങ്ങുന്ന പദങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ്. കനകമയമായ മാനിൻ്റെ രൂപത്തെ വർണ്ണിക്കുമ്പോൾ, അഭിമന്യുവിനെ വർണ്ണിക്കുമ്പോൾ, പൊന്നണി ഞാനകൾ വരുന്നത് വർണ്ണിക്കുമ്പോൾ, വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ വെള്ളക്കുതിരകൾ കുതിച്ചു വരുന്നത് വർണ്ണിക്കുമ്പോൾ ഭാഷാപ്രയോഗത്തിൻ്റെ ലാളിത്യവും പ്രയോഗഭംഗിയും ബോധ്യമാവുന്നു. മനസ്സിൽ താളമിട്ടു നിൽക്കുന്ന വാക്കുകളാണ് എഴുത്തച്ഛൻ പ്രയോഗിക്കുന്നത്. വെള്ളത്തിലെ ഈ വരി പരിശോധിച്ചാൽ അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ടുണ്ടാവുന്ന എഴുത്തച്ഛൻ പ്രയോഗിക്കുന്നത് വെള്ളത്തിലെ ഈ വരി താളഭംഗി മനസ്സിലാവും. അതോടൊപ്പമാണ് ആശയവ്യക്തതയും സ്വഭാവോക്തിയുമാണ് കവിയെല്ലാം പ്രയോഗിക്കുന്നത്. ഭാവത്തിൻ്റെ സൂക്ഷ്മത മനസ്സിൽ നൂതനമായ ആശയങ്ങൾ നിലനിർത്തും. ആശയങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുന്ന ഭാഷയാണ് കവി പ്രയോഗിക്കുന്നത്. കടയിലെ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി തള്ളി വരുന്നത് പോലെ കുതിരകൾ കുതിച്ചു വരുന്നു. ഇവിടെ വ്യക്തമാവുന്ന ചിത്രം ഭാഷയുടെ സവിശേഷത കൊണ്ടുണ്ടാകുന്ന ആശയവ്യക്തതയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അപ്പോൾ പ്രവർത്തനം 3 എന്താണ്? എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയ്ക്ക് എഴുത്തച്ഛനായി ഒരു ഭാഷയുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് പ്രവർത്തനം 4 നോക്കാം. അപ്പോൾ പ്രവർത്തനം 4 എന്താ? വിഷയം മാതൃഭാഷയുടെ പ്രാധാന്യം. അപ്പോൾ എന്താണ് മാതൃഭാഷയുടെ പ്രാധാന്യം തന്നെയാണ് അടുത്ത പ്രവർത്തനത്തിലും നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു കുട്ടിയുടെ ചിന്തയെ ഉറപ്പിക്കാനും ബന്ധങ്ങൾക്ക് പൂർണ്ണത നൽകാനും വേണ്ടത് മാതൃഭാഷ തന്നെയാണ്. അതുകൊണ്ടാണ് വള്ളത്തോൾ ഇങ്ങനെ എഴുതിയത്. പ്രവർത്തനം 4 എന്ന് പറഞ്ഞാൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടൊരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു കുട്ടിയുടെ ചിന്തയെ ഉറപ്പിക്കാനും ബന്ധങ്ങൾക്ക് പൂർണ്ണത നൽകാനും വേണ്ടത് മാതൃഭാഷ തന്നെയാണ്. അതുകൊണ്ടാണ് വള്ളത്തോൾ ഇങ്ങനെ എഴുതിയത്. മറ്റു ഭാഷകൾ കേവല ധാത്രി തൻ മർത്തതൻ പെറ്റമ്മ തൻ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ ഈ കവിതയുടെ വരികൾ ചൊല്ലാറുണ്ട്. നമ്മൾ ഈ മാതൃഭാഷയുടെ പ്രത്യേകതകൾ പറയുമ്പോൾ ഈ വരികൾ നമ്മൾ പറയാറുള്ളതാണ്. നമ്മൾ പൊതുവെ പറയാറുള്ളതാണ്. മൊഴി പൊഴിയുമഴക് എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങളെല്ലാം തന്നെ ഈ വസ്തുതയെ സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ എന്താണ്? മൊഴി പൊഴിയും അഴക് എന്ന യൂണിറ്റിൽ ഇതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് എല്ലായിടത്തും പറയുന്നുണ്ട്. കനകച്ചിലങ്ക കിലുങ്ങി എന്ന പാഠവും വാക്ക് എന്ന പാഠവും എഴുത്തച്ഛൻ്റെ പാഠവുമെല്ലാം നാം പരിശോധിച്ചാൽ മാതൃഭാഷയുടെ ശക്തിയും പ്രാധാന്യവും ബോധ്യമാകും. മാതൃഭാഷ ഓരോ വ്യക്തിക്കും വൈകാരികതയുടെ ഭാഷയാണ്. കൃത്രിമമായി മാതൃഭാഷയിൽ ഒന്നുമില്ല. അപരിചിതമായി ഒന്നിനെ സ്വീകരിക്കാൻ കുട്ടിയെ ഏറെ സഹായിക്കുന്നത് മാതൃഭാഷയാണ്. അതുപോലെ തന്നെ അമ്മയുമായി ഒരു കുഞ്ഞിൻ്റെ ബന്ധം ഏറ്റവും സുസ്ഥിരമാക്കാൻ ഏറെ സഹായിക്കുന്നതും അവൻ്റെ മാതൃഭാഷയാണ്. അറിവ് ഗ്രഹിക്കുക, പ്രസക്ത തലത്തിൽ സൂക്ഷ്മമായി പ്രയോഗിക്കുക, അറിവിൻ്റെ ആശയങ്ങൾ അപഗ്രഹിക്കുക, വിലയിരുത്തുക, ഇതെല്ലാം ഒരു കുട്ടിക്ക് വേണ്ടതാണ്. ഇതിനെല്ലാം അവനെ ഏറെ സഹായിക്കുന്നതും അവൻ്റെ മാതൃഭാഷ തന്നെയാണ്. നിരന്തരമായ പരിശീലനം കൊണ്ട് ഒരാൾക്ക് ഏതു ഭാഷയും പ്രാവീണ്യം നേടാൻ കഴിയും. എന്നാൽ വികാരത്തിൻ്റെയും വിചാരത്തിൻ്റെയും തലത്തിൽ
സ്വതസ്ഥിതമായി വർണ്ണിക്കുവാൻ ഒരു വ്യക്തിക്ക് തൻ്റെ മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് മാതൃഭാഷയുടെ പ്രാധാന്യം. ഓക്കെ, അപ്പോൾ 4 പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 4 എന്താണ്? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതങ്ങനെ എഴുതി വെക്കില്ല വേണ്ടത്. ഇത് വായിച്ച് നോക്കുക, ഇത് കേട്ട് നോക്കുക, എന്നിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന വരികൾ കൂട്ടുകാരൊന്ന് പഠിച്ചു വെക്കുക, എന്നിട്ട് അത് ആവശ്യം വരുമ്പോൾ പ്രയോഗിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എക്സാം എഴുതേണ്ടത്. അല്ലാണ്ട് കാണാപ്പാഠം പഠിച്ചിട്ട് ഇത് പോയി എഴുതി വെക്കുകയല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ ഭാഷയിൽ എഴുതണം. അത് എഴുതുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി അതിൻ്റെ കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിൻറ്റ്സും കൂടെ ചേർത്തിട്ട് എഴുതുക. ഓക്കെ, അല്ലാണ്ട് മലയാളം കാണാപ്പാഠം പഠിച്ചിട്ട് എഴുതാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് കേട്ട് നോക്കുക, ഇത് വായിച്ച് നോക്കുക, അത്രയും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ലെസൺസൊക്കെ നന്നായി വായിച്ച് നോക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.